ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്ക് നേരം വെളുത്ത്. ഇന്നലെ കിടന്നപ്പോൾ ഭയങ്കരമായിട്ട് വൈകി. 2 മണിക്കൊന്ന് കണ്ണടച്ചാണ്. പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് 6 മണിയായിട്ടുണ്ട്. പിന്നെ ഉറങ്ങാത്തതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക്. തലേന്ന് നല്ല വേദനയായിരുന്നു, അനക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നോക്കിയപ്പോൾ സമയം 6 മണിയായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ്. ഇനി അടുക്കള പണിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഫുഡൊക്കെ കൊടുക്കാനുണ്ട്, പിന്നെ കുറച്ച് തുണി അലക്കാൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഞാൻ ഒരു കണക്കിന് എഴുന്നേറ്റു. സമയം വൈകി എഴുന്നേറ്റാൽ ഇതൊന്നും നടക്കില്ല. അങ്ങനെ ഒരു കണക്കിന് പല്ല് തേക്കാനായിട്ട് പോയി. അങ്ങനെ നമ്മുടെ KP നമ്പൂതിരിസിൻ്റെ പേസ്റ്റ് എടുത്ത് അങ്ങോട്ട് പല്ലിനുള്ള വെളുപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വ്ളോഗ്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേക്കും ചന്ദ്രൻ ചേട്ടൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായി. ഞാൻ തിരിച്ചൊരു ഹായ് കൊടുത്തു. തിരിച്ച് ഞാൻ നടന്നു വന്നപ്പോഴത്തേക്കും ജപ്പാനിൽ നിന്ന് വെള്ളം വരാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഇവിടെ വെള്ളമില്ല. പിന്നെ ജപ്പാനിലേക്ക് വിളിച്ച് വെള്ളം വിടുന്ന കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അവർ സെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ വെള്ളം വരുന്നുണ്ട്. വിളിച്ചു പറഞ്ഞാൽ എന്തായാലും വെറുതെ ഇല്ല. അങ്ങനെ മുഖമൊക്കെ കഴുകി സെറ്റായിട്ട് ഹാളിൽ വന്നപ്പോഴത്തേക്ക് ഒരു കിൻഡൽ കൊതുകുണ്ട്. എല്ലാത്തിനും അടിച്ച് കൊന്ന് ഞാൻ സെറ്റാക്കി. തറയിൽ മൊത്തം കൊതുകായി. ഞാൻ അതിനൊക്കെ അടിച്ചു തൂത്ത് കളയണം. നല്ലോണം വിശക്കുന്നുണ്ടായ കാരണം ഒരു കട്ടൻ ചായ വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി വന്ന് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി ചായക്കുള്ള വെള്ളം എടുക്കാമെന്ന് വെച്ചു. ഇന്നലെ മേടിച്ച അമ്മക്ക് റസ്ക് മേടിച്ചായിരുന്നു, പക്ഷെ അമ്മ അത് കഴിച്ചില്ല. മധുരമാണെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതവിടെ ഇരിപ്പുണ്ട്. അതും എടുത്ത് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കണം, എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. നല്ല വിശപ്പുണ്ട്. ഇന്നലെ കഞ്ഞിയാണ് കുടിച്ചത്, കുറച്ചേ കുടിച്ചുള്ളൂ. ഇന്നലെ വിശപ്പ് ഗ്യാസ് കയറിയിട്ട് വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ കഞ്ഞി കുടിച്ചത് കാരണം എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര വിശപ്പ്. വയറിനെന്തോ ഒരു ആന്തൽ പോലെയാണ്. നേരെ പോയി ഞാൻ റസ്ക് എടുത്ത്, നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് വാങ്ങിയ പാത്രമാണ്, അപ്പോൾ അതിനകത്ത് ഇപ്പോൾ റസ്ക് എടുത്ത് വെക്കാൻ ഉപകാരപ്പെട്ട്. അങ്ങനെ 2-3 റസ്ക് എടുത്ത് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്നു. ഒരു ചെറിയ മടിയുണ്ട് രാവിലെ തന്നെ മധുരം കഴിക്കാനായിട്ട്, പക്ഷെ വേറെ നിവർത്തിയില്ല. എനിക്ക് റസ്ക് കഴിച്ചേ മതിയാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ തളർന്ന് ഇനി എന്തൊക്കെ പണിയെടുക്കാനുണ്ടെന്നറിയാമോ. അങ്ങനെ ഞാൻ റസ്ക്കുമായിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ നേരെ പുറത്ത് പോയിരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടൊന്ന് റസ്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ എല്ലാം നോക്കി വന്നപ്പോഴത്തേക്ക് നമ്മുടെ അവിടെ ഒരു മഹാഗണി നിൽപ്പുണ്ട്. അതിന് ഇപ്പോൾ ഇല പൊഴിയണ സമയമാണ്. അത് കാരണം ഫുൾ ഇല താഴെ വീണ് കിടപ്പുണ്ട്. നല്ല പണിയുണ്ട് എനിക്ക്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയായിരുന്നു. ഇതിനി കുറേ ഇല കൂടി വീണ് തീരാനുണ്ട്. ഇത് വീട് തീരാണ്ട് മുറ്റത്ത് ഇതുണ്ടാവില്ല, മൊത്തം ഇലയായിരിക്കും. അപ്പോഴേ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പൊടിയിരിക്കഞ്ഞ് രാവിലെ തന്നെ വേണമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് അരിയെടുത്ത് കുക്കറിലിട്ട് വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുക്കറിൽ ഞാൻ അരിയൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ വിറക് അടുപ്പിൽ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു നല്ലോണം പെട്ടെന്ന് കത്തണ 2 കഷ്ണങ്ങൾ ഞാൻ അങ്ങോട്ട് മുറിച്ചെടുത്തു. മുറിച്ച് സെറ്റാക്കി വെച്ചിട്ട് വേണം എനിക്ക് കഞ്ഞി വെക്കാനായിട്ട്. കറി, ഇന്നലത്തെ കറി ഇരിപ്പുണ്ട്. അത് കാരണം കറി വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതിയാവും. അങ്ങനെ അടുപ്പിൽ നമ്മുടെ ഇന്നലെ വെച്ച ചാരമൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിയിട്ട് വേണം ഇന്നും കത്തിക്കാനായിട്ട്. അത് ചെയ്യുമ്പോഴും ചെറിയൊരു വൃത്തിയായിട്ടൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ ഇന്നലെ ഉണ്ടായ ബാലൻസ് ചാരമൊക്കെ മാറ്റുവാണ്. എന്നിട്ട് കുറച്ച് ചാരം ചിരട്ടയിലെടുത്തിട്ടാണ് ഞാൻ ജസ്റ്റ് മണ്ണെണ്ണ ഒഴിച്ചാണ് കത്തിക്കൽ. ഇല്ലെങ്കിൽ കത്താൻ ഭയങ്കര പാടായിരിക്കും. ആ മിറ്റയൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ എന്തും ചെയ്യാനായിട്ട്. അങ്ങനെ ആയപ്പോഴത്തേക്കും മണ്ണെണ്ണ ഇന്ന് റേഷൻ കടയിൽ പോയി മേടിക്കണം. മണ്ണെണ്ണ തീരാനായി. കാരണം കഴിഞ്ഞ മാസം നമ്മൾ പോയി മേടിച്ചിട്ടുണ്ടായില്ല, ഹോസ്പിറ്റലായത് കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞ് മണ്ണെണ്ണ വാങ്ങാൻ പോകണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ബ്ലഡ് എടുക്കാനായിട്ട് ഇവിടെ ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ട് വേണം എനിക്ക് റേഷൻ കടയിൽ പോകാനായിട്ട്. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ എപ്പോഴാണ് വരുമെന്ന് എനിക്കറിയത്തില്ല. തീയൊക്കെ കത്തിച്ച് തീ സെറ്റായി വന്നപ്പോഴത്തേക്ക് ഞാൻ വെള്ളം പിടിക്കുകയാണ്. കലത്തിൽ വെള്ളം പിടിച്ചിട്ട് വേണം അരി ഇടാനായിട്ട്. അപ്പം അരി കുറച്ച് കഴിഞ്ഞിട്ടാലും മതിയാകും. വെള്ളം ഒന്ന് ചൂടായൊക്കെ നല്ലോണം വന്നിട്ട് ഞാൻ അരി ഇടാറുള്ളൂ. ചിലപ്പോൾ വേറെ വല്ല പണിക്കും പോവുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ അരി കഴുകി അതിനകത്ത് ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ മിറ്റൊക്കെ അടിക്കാനായിട്ട് ഞാൻ ഇറങ്ങിയത്. നമ്മുടെ അവിടെ ചെമ്പരത്തി നിൽപ്പുണ്ട്. നല്ല ഇഷ്ടംപോലെ ചെമ്പരത്തിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷേ ഇതെന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇടക്കിടക്ക് താഴെ വീണുകൊണ്ടിരിക്കും. മിറ്റടിച്ച് അങ്ങോട്ട് മാറുമ്പോൾ തന്നെ അവിടെ താഴെ വീഴും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹാഗണിയുടെ എല്ലാം നിറച്ചുള്ളത് കാരണം ആകെ പണിയാണ്. ഈ കാണുന്നതാണ് എൻ്റെ മനോഹരമായ കൂടാരം, അല്ല എൻ്റെ കൊട്ടാരം. ഇതാണ് അതിൻ്റെ ഒരു ഭംഗി. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം അത് നല്ല ഭംഗിക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് ആസ്വദിച്ച് കാണുക. അങ്ങനെ ഞാൻ ചൂലും കറക്കിക്കൊണ്ട് നേരെ അടിക്കാനെത്തി. നമ്മുടെ കുറ്റിച്ചൂലിനെ ഇടക്കിടക്കുന്നൊക്കെ അടിച്ച് പുറത്തേക്ക് എടുത്തിട്ട് വേണം നമ്മളെ നേരെ നിന്ന് അടിക്കുന്ന ചൂല് കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നടുവ് സെറ്റാവും. അങ്ങനെ ഉള്ള കരികില മൊത്തം അടിച്ച് പോയി. ഇത് അടിക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചെന്നാൽ ഈ മണ്ണ് നനഞ്ഞ് കിടക്കണ കാരണം, നനവുണ്ട് മണ്ണ്, ഈ കരികിലയോടൊപ്പം തന്നെ മണ്ണെല്ലാം കൂടി ഇങ്ങോട്ട് വരും. പിന്നെ നമുക്ക് ആകെ ബുദ്ധിമുട്ടാകും. നമ്മുടെ വായി കൊണ്ടുവന്നിട്ട് ആ മണ്ണെല്ലാം തിരിച്ച് പറമ്പിലോട്ട് തന്നെ പോകും. അപ്പം ആ ഇലയൊക്കെ ഞാൻ കുടഞ്ഞ് വൃത്തിയാക്കി അങ്ങോട്ട് കൊണ്ടിട്ട് അപ്പോഴത്തേക്കും അരി കുറച്ച് വേകാനുള്ള ടൈമായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോൾ ജസ്റ്റ് കുറച്ചും കൂടി വേകാനുണ്ട്. അപ്പോൾ അതവിടെ ഇട്ടിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒന്നും കൂടി വിശപ്പായി.
പിന്നെ ഇന്നലത്തെ പുട്ടിൻ്റെ ബാലൻസ് ഫ്രിഡ്ജിലുണ്ടായി. നേരെ അതെടുത്ത് കുറ്റിയിലിട്ടൊന്ന് ചൂട് കയറ്റി എടുക്കാം, ആവി കയറ്റി എടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിച്ചങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ടി വി ഒക്കെ വെച്ച് അങ്ങനെ ചെറിയ കോമഡിയൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു. എപ്പോഴും ട്രാജഡി മാത്രം, ഇടയ്ക്ക് കോമഡിയൊക്കെ കണ്ട് ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കോമഡി, നമ്മുടെ പ്രിയൻ സിനിമയിലെ കുറച്ച് കോമഡിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് ഫുഡും കഴിച്ച് നേരെ ഞാൻ റേഷൻ കടയിലിട്ട് പോയി. അരിച്ചാക്കുകൾ ഇഷ്ടം പോലെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഉള്ളിലെന്ന് ഞാൻ ചിന്തിച്ചു. അരി, ഗോതമ്പ് എല്ലാം ഉണ്ടെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ഞാൻ മണ്ണെണ്ണ മാത്രം വാങ്ങി തിരിച്ചു പോന്നു. എനിക്കത് മാത്രമേ വേണ്ടി വന്നുള്ളൂ. തിരിച്ചു വന്നപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം അഴുക്കായിരുന്നു. അഴുക്കെന്ന് വെച്ചാൽ എപ്പോഴും പൊടി കയറും കാറ്റടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. നാളെ എന്തായാലും കൺമണി വരും. അപ്പോൾ അതിന് മുന്നേ വീടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി വെടിപ്പാക്കി ഇടാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ പല്ലികളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. പല്ലികൾ എന്താണെന്ന് വെച്ചാൽ ചുമ്മാ അവിടെ നിന്ന് കൊതുകിനെയൊക്കെ പിടിച്ച് നിന്നിട്ട് ചുമ്മാ അപ്പിട്ട് പോകും സൈഡിലൊക്കെ. അത് കാരണം ഭയങ്കര റിസ്ക്കാണ്, എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇതെൻ്റെ പുതിയ മോപ്പാണ്. പഴയ മോപ്പ് ഭയങ്കര തുടക്കാനൊക്കെ നമുക്ക് പിഴിയാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷേ ഈ മോപ്പാണ് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും എളുപ്പം. ഇതതിനകത്ത് നിന്ന് ഊരിയെടുത്തിട്ട് വേണം നമുക്ക് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് തുടക്കാനായിട്ട്. പക്ഷേ ഇത് നല്ല ക്ലിയറായിട്ട് നല്ലോണം പിടിച്ചാണ് അത് ഇങ്ങോട്ട് പോകുന്നത്. അഴുക്കൊക്കെ നല്ലോണം ക്ലിയറായിട്ട് സെറ്റാക്കി കിട്ടും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ മോപ്പ് സൂപ്പറാണ്. അങ്ങനെ മീൻകറിയൊക്കെ ചൂടാക്കി ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇന്നലത്തെ മീൻകറി ആയതും ചീത്തയായിട്ടൊന്നുമില്ല. അങ്ങനെ ചോറെടുത്ത് ഞാൻ കുറച്ചേ ചോറെടുത്തുള്ളൂ. നേരത്തെ കഴിച്ച കാരണം വിശപ്പ് ഇത്തിരി കുറവായിരുന്നു. അങ്ങനെ ചോറും കഴിച്ച് കട്ടിലൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചപ്പോൾ നാളത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായി. അപ്പോൾ ഫോണെടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നപ്പോൾ എനിക്കൊരു കാര്യം തോന്നി. മുടിയൊന്ന് വെട്ടി സ്റ്റൈലാകാമെന്ന് വിചാരിച്ചു. കുറച്ച് പ്രായം തോന്നിക്കണ പോലെ തോന്നി. അങ്ങനെ ഞാൻ നേരെ ബാർബർ ഷോപ്പിലേക്ക് ഓടി. അവിടെ ചെന്നാൽ ചേട്ടനോട് ഞാൻ പറഞ്ഞു, എൻ്റെ പ്രായം ഒന്ന് കുറക്കണമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇപ്പം കുഴപ്പമില്ല, സുന്ദരനാണെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്നുകൂടി ഒന്ന് സെറ്റാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ബായി തന്നെ നമ്മുടെ ഫ്രണ്ട്സിലെ ജയറാമാക്കി തന്നിട്ടുണ്ട്. മുടിയൊക്കെ വെട്ടി കൊള്ളാക്കി. എന്നാലും കുഴപ്പമില്ല, 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ സെറ്റാവും. നമ്മളതിനോട് പൊരുത്തപ്പെട്ട് വരുമെന്ന് സമാധാനിച്ചിരുന്നു. പിന്നെ അമ്മക്ക് പപ്പായ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന വഴിക്ക് ഒരു പപ്പായ മേടിച്ചിട്ട് വന്നു. പപ്പായനെ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കുരുവേ ഉള്ളൂ. ഇത്രയും വലിയ പപ്പായനകത്ത് ഒരു കുരുവാണ്. ഞാൻ ഓർത്തത് എന്താ സംഭവം. ചിലതങ്ങനെ, ചിലതിനകത്ത് കുരു പോലും ഉണ്ടാവില്ല. ഇതിനകത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു, അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു പീസ് മാത്രം ഞാൻ അമ്മക്ക് മുറിച്ച് കൊടുത്തു. പക്ഷെ അമ്മ കുറച്ച് കഴിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കിയുള്ള പണിക്കായിട്ട് ഞാൻ പുറത്ത് വന്ന് നമ്മുടെ സിറ്റ് ഔട്ട് പടിയൊക്കെ സ്റ്റെപ്പൊക്കെ ഒന്ന് തൂക്കാനുണ്ടായിരുന്നു. അതൊക്കെ മോപ്പ് വെച്ച് അങ്ങ് തൂത്ത് ആ പല്ലിയുടെ അപ്പിയൊക്കെ അങ്ങോട്ട് തൂത്ത് കളഞ്ഞു. അത് ഭയങ്കര ശല്യമാണ് പല്ലി, ഒരു രക്ഷയില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊരാഗ്രഹം കപ്പ തിന്നണമെന്ന്. കപ്പ തിന്നാൻ പാടില്ല ഷുഗറുള്ള കാരണം. അങ്ങനെ ഞാൻ 2-3 കടയിൽ പോയിട്ട് കപ്പ കിട്ടിയില്ല. എന്നിട്ട് 4ാമത്തെ കടയിൽ നിന്നാണ് എനിക്ക് കപ്പ കിട്ടിയത്. അങ്ങനെ ആ കപ്പ കൊണ്ടുവന്ന് ഞാൻ റെഡിയാക്കി എടുക്കുവാണ്. കുക്കറിലിട്ട് വേവിക്കാൻ എൻ്റെ തീരുമാനം. വിറകിലിട്ട് വെച്ചാൽ മതിയെന്നാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഇപ്പോൾ കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് വിറകിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അമ്മക്ക് വേഗം വേണമെന്ന് പറഞ്ഞ കാരണം ഞാൻ കുക്കറിൽ വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുക്കറിൽ കപ്പയൊക്കെ വേവിച്ച് അമ്മക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യയായി. പിന്നെ നേരെ കുളിച്ച് പോയി. വീട്ടിൽ സ്ത്രീകളാരും ഇല്ലാത്ത കാരണം ഞാൻ തന്നെ വിളക്ക് വെക്കാമെന്ന് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ തന്നെ വിളക്കും കത്തിച്ച് നല്ലോണം ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ഇനി എൻ്റെ വ്ളോഗുകൾക്ക് നല്ല റീച്ച് കിട്ടണേന്ന്.